ഏരൂർ തെക്കേവയലിൽ പാമ്പ് കടിയേറ്റ് വയോധികൻ മരിച്ച സംഭവത്തിൽ പ്രദേശത്തെ കാട് നീക്കം ചെയ്യുവാനായി ഗ്രാമപഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ യുവാവിനും പാമ്പ് കടിയേറ്റു. ഇയാളെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ സൗമ്യവിലാസത്തിൽ 36 വയസ്സുള്ള സജുരാജനാണ് പാമ്പുകടിയേറ്റത്. ഇന്നലെ മുതൽ സജുരാജ് പ്രദേശത്തെ കാട് നീക്കം ചെയ്തു വരികയായിരുന്നു. ഇന്ന് രാവിലെ 9:45ഓടെയാണ് സജുവിന് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുന്നത്. വനം വകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിലടക്കം പാമ്പുകളെ പിടികൂടുന്നതിൽ പ്രവർത്തിക്കുകയും ഇതിൽ വൈദഗ്ധ്യം ലഭിച്ച ആളുമായിരുന്നു സജുരാജ്. പാമ്പ് കടിയേറ്റ ശേഷം 10:40ഓടെ സജുവിന്റെ നിർബന്ധത്തിൽ അഞ്ചൽ ഫിൽഗിരിയിലുള്ള വിഷകാരിയുടെ അടുത്ത് ചികിത്സയ്ക്കായി പോവുകയും നില വഷളായതിനാൽ 12:50ഓടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ എത്തുന്ന സമയം സജുവിന്റെ ഹൃദയമിടിപ്പ് നിശ്ചലാവസ്ഥയിലേക്ക് എത്തുകയും ഉടൻ തന്നെ 13 മിനിറ്റ് നേരം CPR നൽകി ഹൃദയമിടിപ്പ് പൂർവ്വസ്ഥിതിയിലാക്കിയെങ്കിലും ഹൃദയാഘാതം വരികയും ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. ഇടയ്ക്ക് 20 വെയിൻ ആന്റിവനം നൽകിയിരുന്നു. സ്ഥിതി വീണ്ടും വഷളായതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്തിന്റെ നേതൃത്വത്തിൽ സജുവിനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ സജുവിന്റെ നില നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇതേസമയം വീണ്ടും പ്രദേശത്ത് പാമ്പിനെ കണ്ടതോടെ പ്രദേശവാസികൾ കൂടുതൽ പരിഭ്രാന്തരായി. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയെങ്കിലും പാമ്പിനെ പിടികൂടുവാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമേ നല്ല മരുന്ന് അടിച്ച് ഉണക്കിയതിനു ശേഷം ആ ഉണങ്ങുന്ന സ്ഥലം തീയിട്ട് മാറ്റുക. എന്നിട്ട് ഈ അടിയന്തരമായിട്ട് ഈ ഭൂവുടമകൾക്ക് പഞ്ചായത്ത് ബന്ധപ്പെട്ട അധികാരികൾ നോട്ടീസ് കൊടുക്കുക. കാര്യം വെച്ചാൽ 10-20 കൊല്ലം കൊണ്ട് കൃഷി ചെയ്യാതെ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് തന്നെ ഇന്നിപ്പം ജനങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു, മുകളിൽ പാമ്പിനെ കണ്ടു. ഈ കുട്ടികളടക്കം ഈ കുടുംബങ്ങൾ മുഴുവൻ ആൾക്കാരും ഭീതിയിലാണ്. ഭീതിയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരാളെ ഇപ്പോൾ 2 പേരെ പാമ്പ് കടിച്ചു, 2-3 പാമ്പുകളെ ഇവിടെ പിടിച്ചു. ഇപ്പം തന്നെ 2 പാമ്പിനെ കണ്ടു. ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് മരുന്നടിച്ച് ഈ കാട്ടിനകത്ത് എന്ത് വിശ്വാസത്തിന്റെ പേരിൽ ആൾക്കാർ കാട് വെട്ടാൻ കയറാൻ ഒക്കത്തില്ല. കാര്യം വെച്ചാൽ പാമ്പിനെ പിടിക്കാൻ പരിശീലനം കിട്ടിയ ഒരാൾ കാടടിച്ചപ്പോഴാണ് അദ്ദേഹത്തെ പാമ്പ് കടിച്ച് ഇപ്പം ക്രിട്ടിക്കൽ സ്റ്റേജിൽ അദ്ദേഹം ഹോളി ക്രോസിലേക്ക് വെന്റിലേറ്റർ ആംബുലൻസിലേക്ക് മാറ്റിയേക്കും. അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരാൾ ചികിത്സയ്ക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ആ കുടുംബം തന്നെ അനാഥമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരി, ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ പാമ്പ് പിടിക്കാൻ പരിശീലനം കിട്ടിയിട്ടുള്ള വിദഗ്ധനായിട്ടുള്ള ആൾ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ നിർദ്ദേശം എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പാമ്പിനെ തിരക്കി പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് മരുന്നടിച്ച് ഉണക്കി കത്തിച്ച് ഭൂവുടമകൾക്ക് നോട്ടീസ് കൊടുക്കേണ്ടുന്ന നടപടികളുണ്ട്. പൊതുപ്രവർത്തകരടക്കം ബന്ധപ്പെട്ടവരിവിടെ എത്തിയിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോളി ക്രോസിലേക്ക് യൂണിറ്റുമായി പോയി എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം കണക്കിലെടുത്ത് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ഇരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനാൽ നിരവധി വിദ്യാർത്ഥികളും പൊതുജനങ്ങളും സഞ്ചരിക്കുന്ന പാതയിലെ കാട് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തെക്കേവയൽ പ്രദേശത്ത് ഒരു ആഴ്ചയായിട്ട് നടന്നു വരുന്ന ഒരു വിഷയം നമുക്കറിയാം. നമ്മുടെ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ഈ തെക്കേവയൽ. ഈ മേഖലയിൽ ആളുകൾക്കും കുട്ടികൾക്കും നടന്നു പോകാൻ കഴിയാത്ത വിധത്തിലൂടെ കാടുകൾ ഈ സൈഡുകളിലുണ്ട്. അതിലാണ് പാമ്പുകൾ അധിവസിക്കുന്നത്. അപ്പം നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട് 2 പേരെ പാമ്പ് കടിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരാൾ മരണപ്പെട്ടു, മറ്റൊരാൾ വളരെ സീരിയസ് ആയിട്ടിപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. തീർച്ചയായിട്ടും പഞ്ചായത്തും ബാക്കി ജനപ്രതിനിധികളും ബാക്കി എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന ആശങ്ക ഒഴിവാക്കി എടുത്തേ പറ്റൂ. അങ്ങനെ തീർച്ചയായിട്ടും കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു വലിയ ജനവിഭാഗമാണ് ഈ മേഖലയിൽ താമസിക്കുന്നത്. അവർക്കുള്ള സുരക്ഷയാണ് നമുക്ക് ഉറപ്പാക്കേണ്ടത്. ആ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിൽ വേണ്ട എല്ലാ ക്രമീകരണവും തുടർന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കും എന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഇതുമായുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ പ്രദേശം സന്ദർശിക്കുകയും നേരത്തെ മരണപ്പെട്ട വീട്ടിൽ വന്ന് അവർക്കുള്ള സഹായങ്ങൾ മുഴുവൻ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് MLA നേരിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിർവഹിച്ചത്. ഇന്നും ഈ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട്. തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള കുറവുകളും ഒക്കെ
ഉടനടി പരിഹരിച്ചുകൊണ്ട് ഇവിടെ ലൈറ്റ് സ്ഥാപിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഒരു എല്ലാ വിഷയങ്ങളിലും MLA നേരിട്ടാണ് ഇപ്പോൾ ഇടപെടുന്നത്. MLAയുടെയും കൂടെ ഒരു വലിയ സഹായത്തോടു കൂടി നമുക്ക് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും എന്നതാണ് എനിക്കൊരു വിശ്വാസമായി ഇവിടെ സൂചിപ്പിക്കുക. കഴിഞ്ഞ ദിവസം പാമ്പുകടിയേറ്റ് മരിച്ച രാമചന്ദ്രന്റെ വീട്ടിൽ പുനലൂർ MLA PS സുബാൽ എത്തുകയും വനം വകുപ്പിൽ നിന്നും മറ്റു കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ എത്തിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ശേഷം പ്രദേശം സന്ദർശിക്കുകയും അടിയന്തരമായി കാട് നീക്കം ചെയ്യുവാനും വഴിവിളക്കുകളും ലോമാസ് ലൈറ്റ് അടക്കം സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.